Hallo Leute, guten Tag. My name is Gia Joy and I am from the German department. നിങ്ങൾ ജർമ്മൻ പഠിക്കുന്നവരാണോ അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ എങ്കിൽ നമുക്ക് കുറച്ച് ട്രിക്സ് യൂസ് ചെയ്താലോ? യെസ്, ടുഡേ we are going to learn some important tricks for learning German. First one, study vocabularies. It is one of the most important trick for learning German. Sie sollten jeden Tag Vokabeln studieren. You should study vocabularies every day. ഫോർ എക്സാമ്പിൾ, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് നമ്മുടെ കൺമുന്നിൽ കാണുന്ന എല്ലാത്തിൻ്റെയും വൊക്കാബുലറീസ് നമുക്ക് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജനലാണ് കാണുന്നതെങ്കിൽ ദസ് ഫെൻസ്റ്റർ. ഇനി ടി വി ആണ് കാണുന്നതെങ്കിലോ ദേ ആർ ഫേൺ. ഇനി നമ്മൾ ടേബിളാണ് കാണുന്നതെങ്കിലോ യെസ് ദേ ആർ ടിഷ്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ട്രിക്കാണ് ഹൗ വി ക്യാൻ ഇംപ്രൂവ് അവർ ലിസണിങ് സ്കിൽസ്. വി können wir unsere Hörfähigkeiten verbessern. ഇതിനായി നമുക്ക് കുറച്ചധികം ട്രിക്സ് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ജർമ്മൻ ന്യൂസ് കേൾക്കാം, പാട്ട് കേൾക്കാം, ജർമ്മൻ പോഡ്കാസ്റ്റ്, അതുപോലെ തന്നെ ഈസി ജർമ്മൻ പോലെയുള്ള ചാനലുകൾ, ഇതെല്ലാം നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമ്മുടെ ലിസണിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും. Wir können unsere Hörfähigkeiten verbessern. Next one, good Kommunikation. How we can improve our speaking skills. Wie können wir unsere Sprachkenntnisse verbessern? ഇതിനായി നിങ്ങളുടെ കൂടെ ജർമ്മൻ പഠിക്കുന്ന ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ ജർമ്മനിയിലുള്ള ഫ്രണ്ട്സുമായിട്ടോ നേറ്റീവ്സുമായിട്ടോ നമ്മൾ ജർമ്മൻ സംസാരിക്കണം. Es ist sehr wichtig, Deutsch zu sprechen. It helps you to boost your confidence. The last and most valuable tip is Gedanken machen. Was bedeutet Gedanken? Gedanken means thoughts. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ presence bedeutet present tense. ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിലോ പെർഫെക്റ്റ് bedeutet past tense. ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിലോ Zukunft bedeutet future tense. If you are study alone, it will help you to improve your sentence creation skills. These are some important tricks for learning German. Bis dann, tschüss. ജർമ്മൻ B2 ഇനി ഉറപ്പായും ജയിക്കും. നീതൂസ് ജർമ്മൻ ക്യാമ്പസിലൂടെ.